പോലീസ് പരിശോധിച്ച് യുക്തമെന്ന് തോന്നിയാൽ പോലീസ് നടപടിയെടുക്കും. ഞങ്ങൾ CPM-ന്റെ കീഴിലല്ല പോലീസ്, ഗവൺമെന്റ് സംവിധാനത്തിലാണ്. നിയമത്തിന്റെ വഴിക്ക് പോകും. അന്തസ്സായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സംസ്ഥാനം തന്നെയാണ് കേരളം. താങ്കൾ ഒറ്റ ചോദ്യം കൂടി അതിലെ നിങ്ങളുടെ പരിമിതി മനസ്സിലായി. ഒരു ചോദ്യം കൂടി. ഈ വെള്ളാപ്പള്ളി നടത്തുന്ന വ്യാജങ്ങൾ, വർഗീയത, അതിനെ എക്സ്പോസ് ചെയ്യാനുള്ള ക്യാമ്പയിൻ നാളെ ഇപ്പോൾ ദേശാഭിമാനിയിൽ വേണമെങ്കിൽ സെൻട്രൽ പേജ് പ്രതീക്ഷിക്കാമല്ലോ. അങ്ങനെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഇതിനു മുമ്പ്. ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിലൊക്കെ ദീർഘമായി എഴുതിയിട്ടുണ്ടല്ലോ. ഇതിനു മുമ്പ് നിങ്ങളുടെ ദേശാഭിമാനി വാരികയിലൊക്കെ ഇത്തവണ കവർ സ്റ്റോറി ജമാഅത്തെ ഇസ്ലാമിയെ എക്സ്പോസ് ചെയ്യുന്ന സംഗതികളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ വെള്ളാപ്പള്ളി നടത്തുന്ന ഇത്തരം വർഗീയ ക്യാമ്പയിന് എതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ CPM എടുക്കുമോ, അതോ ഈ സെക്രട്ടേറിയറ്റ് കുറിപ്പിൽ അവസാനിച്ചോ? അത് എല്ലാ വർഗീയതയെയും ചെറുക്കുന്ന തരത്തിലുള്ള അതിശക്തമായിട്ടുള്ള ഇടപെടൽ അത് പ്രസ്താവനയിൽ ഒതുങ്ങില്ല. ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് പറഞ്ഞത് പരിമിതി പോലീസിന് വിട്ടിരിക്കുകയാണ്. ഞാൻ നാളത്തെ ദേശാഭിമാനി വെയിറ്റ് ചെയ്യുന്നു. ശരി, സിബിആർ അനൂപിന്റെ പോയിന്റ് എന്താണ്? സിബിആർ അനൂപ് ഇതിനകത്ത് പിണറായി വിജയനാണ് ഈ പണിയെല്ലാം എടുപ്പിക്കുന്നതെന്നുള്ള ആക്ഷേപം സതീശൻ ഉന്നയിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അല്ല, തീർച്ചയായും ആധികാരികമല്ലേ. ഇവിടെ അരുൺകുമാർ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയാണ്. അദ്ദേഹം നിരവധി കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഒരേ ഒരു ചോദ്യമാണ് ഇപ്പോൾ അദ്ദേഹം നവോത്ഥാനത്തെ പറയാണ്. ഈ CPM-ന്റെ LDF-ന്റെ നവോത്ഥാന സമിതിയുടെ ചെയർമാൻ വെള്ളാപ്പള്ളി നടേശനാ. നവോത്ഥാന സമിതിയുടെ ചെയർമാൻ വെള്ളാപ്പള്ളി നടേശനാ. അതിന് പരിശോധന ആവശ്യമുണ്ടോ അരുൺകുമാറെ? അതിന് പരിശോധന ആവശ്യമുണ്ടോ? അതിന് നിങ്ങൾക്ക് പരിശോധന ആവശ്യമുണ്ടോ? നിങ്ങൾ ഈ പറയുന്നത് കേസ് പരിശോധിക്കണം. ഈ പറയുന്ന നവോത്ഥാനം എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തെ നിരന്തരം വർഗീയവാദികളാണെന്ന് പറയുന്നതാണോ? ലീഗിനെ കുറിച്ച് പറഞ്ഞു, രാഷ്ട്രീയ വിമർശനമാണെന്ന് പറഞ്ഞു. ഒരു കാര്യത്തിലും ഒരു കോപ്പുമില്ല. നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നവോത്ഥാനത്താണോ? നിങ്ങളുടെ നവോത്ഥാനമാണോ അരുൺകുമാറെ? എന്ത് നവോത്ഥാനാണ്? എന്ത് നവോത്ഥാനാണിത്? നിങ്ങൾ നവോത്ഥാന സമിതിയുടെ തലപ്പത്തിരിക്കുന്ന പിള്ളാപ്പള്ളിയോട് ആ പദവി മാറാൻ ആവശ്യപ്പെടാൻ CPM-ന് കഴിയുമെന്നുള്ളതാണ്. ഞാനത് അവസാനിപ്പിക്കുന്നു. എന്തായാലും വിശ്രമ ജീവിതം നയിക്കേണ്ട കാലത്തും ചരിത്രം സൃഷ്ടിക്കുന്ന ആളെന്നാണ് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് VN വാസവൻ പറഞ്ഞ പുകഴ്വാക്ക്. അതൊരു അർത്ഥത്തിൽ സത്യമാണ്. CPM-നെ പോലൊരു പാർട്ടിയെയും പിണറായി വിജയനെ പോലൊരു നേതാവിനെയും നിശബ്ദമായി കണ്ടു നിൽക്കാൻ കഴിയും വിധത്തിൽ വർഗീയത പ്രസംഗിച്ചുകൊണ്ടേയിരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ഒരർത്ഥത്തിൽ ചരിത്രമാണ്, തർക്കമില്ലാത്ത കാര്യം. ഇനി അതിനകത്ത് എന്താണ് CPM തുടർന്ന് ചെയ്യാൻ പോകുന്നത് കാത്തിരിക്കുക കൂടി ചെയ്യുന്നു.